നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കാലാവസ്ഥയുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ പരിശോധിക്കുമ്പോൾ ഏറെ ഭയം തോന്നാറുണ്ട്. കാരണം തലകീഴായി മറിഞ്ഞിരിക്കുന്ന കാലാവസ്ഥ സ്ഥിതിയാണ് നിലവിലുള്ളത് എന്നുള്ളതാണ് റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം മലയോര മേഖലയിൽ അതിശക്തമായ മഴ തന്നെയാണ് വരുന്ന ദിവസങ്ങളിലും ഇപ്പോഴും ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. നഗരപ്രദേശങ്ങളെക്കാൾ കൂടുതൽ മഴ ഇപ്പോൾ മലയോര മേഖലകളിൽ ലഭിക്കുന്നുണ്ട്. ആഗോളതലത്തിലുള്ള പരിശോധന നടത്തിയാലും ഇതേ അവസ്ഥ തന്നെയാണ് ഉണ്ടാകുന്നത്. കാലാവസ്ഥയാകെ തലകീഴായി മറിഞ്ഞു കിടക്കുന്ന ഒരു അവസരമാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. എൽ നിനോ പ്രതിഭാസം വീണ്ടും സജീവമായിരിക്കുന്നതായാണ് കാലാവസ്ഥാ ശാസ്ത്രജ്ഞർ മുന്നറിയിപ്പ് നൽകുന്നത്. പസഫിക് സമുദ്രത്തിലെ ജലം സാധാരണയേക്കാൾ കൂടുതൽ ചൂട് പിടിക്കുന്നതിനെ തുടർന്ന് ലോകമെമ്പാടുമുള്ള കാലാവസ്ഥയിൽ മാസങ്ങളോളം വലിയ മാറ്റങ്ങൾ വരുത്തുന്ന ഒരു പ്രകൃതിദത്ത പ്രതിഭാസമാണ് ഇത്. സമുദ്രത്തിലെ താപനില ഇപ്പോൾ എൽ നിനോ സജീവമാകുന്ന ഘട്ടത്തിലേക്ക് ഉയർന്നു കഴിഞ്ഞെന്നും അത് അടുത്ത വർഷം വരെ നീണ്ടു നിൽക്കാൻ സാധ്യതയുണ്ടെന്നും ഔദ്യോഗിക വൃത്തങ്ങൾ വ്യക്തമാക്കുന്നു. സമുദ്രോപരിതലത്തിലെ താപനില ശരാശരിയേക്കാൾ കുറഞ്ഞത് 0.9 ഡിഗ്രി സെൽഷ്യസ് എങ്കിലും ഉയർന്നതായും വരും മാസങ്ങളിലും ഇത് തുടരുമെന്നും നാഷണൽ ഓഷ്യാനിക് ആൻഡ് അറ്റ്മോസ്ഫെറിക് അഡ്മിനിസ്ട്രേഷൻ കണ്ടെത്തിയിട്ടുണ്ട്. മാത്രമല്ല, നിലവിലെ സാഹചര്യത്തിൽ ഈ വർഷം അവസാനത്തോടുകൂടി ഇത് ഗോൾഡ്സില അല്ലെങ്കിൽ സൂപ്പർ എൽ നിനോ ആയി മാറുമോ എന്നതാണ് കാലാവസ്ഥാ ശാസ്ത്രജ്ഞരുടെ പ്രധാന ഭയം. സമുദ്രോപരിതലത്തിലെ താപനില സാധാരണയേക്കാൾ 3.6 ഡിഗ്രി സെൽഷ്യസ് അതിൽ കൂടുതലോ ഉയരുന്ന അതീവ ഗുരുതരമായ അവസ്ഥയാണ് ഇത്. വരും മാസങ്ങളിൽ എൽ നിനോ അതിശക്തമായി മാറാൻ 63% സാധ്യതയുണ്ടെന്ന് ശാസ്ത്രജ്ഞർ സ്ഥിരീകരിക്കുന്നു. 1950 ശേഷമുള്ള ഏറ്റവും ശക്തമായ എൽ നിനോ പ്രതിഭാസങ്ങളിൽ ഒന്നായിരിക്കും ഇതെന്ന് കാലാവസ്ഥാ വിദഗ്ധർ തന്നെ വിലയിരുത്തുന്നു. കടുത്ത വരൾച്ചയ്ക്കും വിളനാശത്തിനും ഇടവരുത്തുമോ എന്ന ചോദ്യം ഉയരുകയാണ്. ലോകമെമ്പാടും കടുത്ത വരൾച്ചയ്ക്കും വിളനാശത്തിനും ഇത് കാരണമാവുകയാണെങ്കിൽ 5 കോടിയിലധികം ആളുകളുടെ മരണത്തിനിടയാക്കിയ 1987 ചരിത്രത്തിലെ ഏറ്റവും മാരകമായ എൽ നിനോ പ്രതിഭാസത്തിന് സമാനമായിരിക്കുമോ ഇതെന്നാണ് ഇപ്പോൾ ഉയരുന്ന പ്രധാന ആശങ്ക. അന്ന് പസഫിക് സമുദ്രത്തിലെ താപനിലയുണ്ടായ ചെറിയൊരു വർധനവ് പല ഭൂഖണ്ഡങ്ങളിലും വൻ നാശനഷ്ടങ്ങളാണ് ഉണ്ടാക്കിയത്. ആഫ്രിക്ക, തെക്കുകിഴക്കൻ ഏഷ്യ, ഓസ്ട്രേലിയ എന്നീ പ്രദേശങ്ങളിൽ കടുത്ത വരൾച്ചയും കാട്ടുതീയും ഉണ്ടായി. ഇന്ത്യയിൽ സാധാരണ ലഭിക്കേണ്ട മൺസൂൺ മഴ ഇല്ലാതായപ്പോൾ വടക്കൻ ചൈനയിൽ കടുത്ത വരൾച്ചയെ തുടർന്ന് കൃഷി പൂർണ്ണമായി നശിച്ചു. ബ്രസീലിൽ നദികൾ വറ്റിവരളുകയും കാർഷിക മേഖല തകരുകയും ചെയ്തു. ഇതിനൊപ്പം മലേറിയ, പ്ലാഗ്, കോളറ, വസൂരി തുടങ്ങിയ രോഗങ്ങളും പടർന്നു പിടിച്ചു. അന്ന് ഭൂമിയിലെ ജനസംഖ്യയുടെ 4% ആളുകളാണ് പട്ടിണിയും രോഗവും മൂലം മരിച്ചത്. ഇന്നത്തെ കാലത്താണ് ഇത്തരമൊരു ദുരന്തം സംഭവിക്കുന്നത് എങ്കിൽ ഏകദേശം 25 കോടിയിലധികം ആളുകൾ മരണപ്പെടുന്നതിന് അത് തുല്യമാകും. നിലവിലെ സാഹചര്യത്തിൽ പ്രതീക്ഷിച്ചതിലും വളരെ നേരത്തെ വരവ് ആണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. എൽ നിനോ പ്രതിഭാസം അമേരിക്കയുടെ ചില ഭാഗങ്ങളിൽ സാധാരണയേക്കാൾ ചൂടുകൂടിയ കാലാവസ്ഥയ്ക്കും മറ്റു ചില ഭാഗങ്ങളിൽ തണുപ്പുള്ള അന്തരീക്ഷത്തിനും കാരണമാകാറുണ്ട്. ചിലയിടങ്ങളിൽ സാധാരണയേക്കാൾ കൂടുതൽ മഴ ലഭിക്കുമ്പോൾ മറ്റു ചില പ്രദേശങ്ങൾ കടുത്ത വരണ്ട കാലാവസ്ഥയായിരിക്കും ഇത് സമ്മാനിക്കുക. മിക്ക എൽ നിനോ ശരത്കാലത്താണ് ആരംഭിക്കുന്നത് എങ്കിൽ ഇത്തവണ പ്രതീക്ഷിച്ചതിലും വളരെ നേരത്തെയും വേഗത്തിലുമാണ് ഇത് രൂപപ്പെടുന്നത്. നിലവിൽ അന്തരീക്ഷവും സമുദ്രങ്ങളും പഴയ കാലത്തതിനേക്കാൾ കൂടുതൽ ചൂട് പിടിച്ചിരിക്കുന്നതിനാൽ വരാനിരിക്കുന്ന കാലാവസ്ഥ വ്യതിയാനങ്ങൾ കൂടുതൽ രൂക്ഷമായിരിക്കുമെന്നും വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. ചുഴലിക്കാറ്റുകളുടെ തീവ്രത കുറയാം, പക്ഷേ ജാഗ്രത വേണം. സൂപ്പർ എൽ നിനോ ലോകത്തിന് വൻ ഭീഷണിയാണെങ്കിലും അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ചുഴലിക്കാറ്റുകളുടെ തീവ്രത കുറയ്ക്കാൻ ഇത് സഹായിച്ചേക്കുമെന്നും നിരീക്ഷിക്കപ്പെടുന്നുണ്ട്. ഇത്തവണ സാധാരണയേക്കാൾ കുറവ് ചുഴലിക്കാറ്റുകൾ മാത്രമായിരിക്കും ഉണ്ടാവുക എന്ന് പ്രവചിക്കപ്പെടുന്നുണ്ടെങ്കിലും ജനങ്ങൾ ജാഗ്രത കൈവിടരുത്. കാരണം വലിയൊരു ദുരന്തം വിതയ്ക്കാൻ ഒരൊറ്റ ചുഴലിക്കാറ്റിന് മാത്രം മതിയാകും. മുൻപ് അമേരിക്കയിൽ വൻ നാശനഷ്ടം വിതയ്ക്കുകയും നിരവധി ആളുകളുടെ മരണത്തിനിടയാക്കുകയും ചെയ്ത ശക്തമായ ആൻഡ്രൂ ചുഴലിക്കാറ്റ് ഉണ്ടായതും ഒരു എൽ നിനോ വേനൽക്കാലത്തായിരുന്നു എന്നാണ് കാലാവസ്ഥ നിരീക്ഷകർ ഓർമ്മിക്കുന്നത്.